എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളൊന്ന് ചാനൽ സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. നമുക്ക് വീട് പണിയായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ കിടപ്പുണ്ട് അല്ലേ? മിക്ക ആൾക്കാരുടെ ഒരു സ്വപ്നമായിരിക്കും സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോഴും വാടകയ്ക്ക് എടുക്കുന്ന ഒത്തിരി ഭക്തജനങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് വീട്. ഇപ്പം ഗൾഫിൽ പോയി പണിയെടുത്തവരും ഇല്ലെങ്കിൽ 60 വയസ്സായി, 50 വയസ്സായി, ഇല്ലെങ്കിൽ 65 വയസ്സായി, 70 വയസ്സായിട്ടും മിക്ക ആളുകളുടെ ഒരു വിഷമം, അയ്യോ സ്വന്തമായിട്ടൊരു വീടില്ല, ഞാൻ ഗൾഫിൽ പോയി ഇത്രയും അധ്വാനിച്ച് എനിക്ക് സമ്പത്തുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് ഇതുവരെ വീട് മേടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സർക്കാർ തലത്തിലൊക്കെ നമുക്ക് അപേക്ഷകളൊക്കെ കിട്ടുന്ന സമയത്ത് അതൊക്കെ തട്ടിമാറ്റി പോവുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തടസ്സങ്ങൾ നേരിടുക. സ്വന്തമായി വീട് വെച്ചിട്ടും വീട് പണി പൂർത്തീകരിക്കാത്ത ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കടബാധ്യതകൾ നീങ്ങുന്നില്ല. സോ ഈ വീട് പണിത് വെച്ചിട്ട് വർഷങ്ങളോളമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും വാടകയ്ക്ക് എടുക്കുന്ന ഭക്തജനങ്ങളുണ്ട്. വീട് വെച്ചിട്ടും വീട് പൂർത്തീകരിക്കാത്ത ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനമായ കാരണം എന്താണ്? ആദ്യമേ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ മേടിച്ച സ്ഥലത്ത് സർപ്പാരാധനയോ ഇല്ലെങ്കിൽ മശാന ഭൂമിയോ ഇല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ദേവതകളുടെ വരത്തുപോക്കോ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. നമ്മൾ വാസ്തു മാത്രം നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. മിക്ക ആൾക്കാരും എന്നെ വിളിച്ച് പറയാറുണ്ട്, തിരുമേനി ഞങ്ങളുടെ വാസ്തു ഒക്കെ കറക്റ്റ്, പിന്നെ ദോഷം എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു അറിയാവുന്ന തിരുമേനി ഇല്ലെങ്കിൽ നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ട് നമ്മുടെ സ്ഥല സംബന്ധമായിട്ട് എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ മുമ്പ് കാവുണ്ടായിരുന്നോ, ദേവതകളുടെ വരത്തുപോക്കുണ്ടോ, മശാന ഭൂമിയാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവരമായിട്ടുണ്ടോ, ഇവിടെ ഒരു ആവാസ വ്യവസ്ഥ, കുളമുണ്ടായിരുന്നു, കുളം മൂടിയാണോ വീട് വെച്ചത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണോ. എന്നാൽ നമ്മൾ ശരിയായ ഒരു വിശ്വാസപ്രകാരം നമ്മൾ ആ വീട്ടിൽ താമസിക്കും പറയാം. നമ്മൾ മിക്ക ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ ചില വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നല്ലൊരു വീടായിരുന്നു സാമ്പത്തികം നിൽക്കുക, എന്നാൽ അവർ തന്നെ വേറെ വാടകയ്ക്ക് വീണ്ടും മാറി താമസിക്കുമ്പോൾ അയ്യോ ഞങ്ങളിവിടെ വാടകയ്ക്ക് കിടന്നപ്പോൾ തൊട്ട് നമുക്ക് സാമ്പത്തികം ഇല്ല, അംഗങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്ക്, അസുഖവും മാറുന്നതെന്ന് പറയുന്ന ഭക്തജനങ്ങൾക്ക് ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ പ്രധാനമായ കാരണങ്ങൾ വീടിൻ്റെ വാസ്തു ശരിയായാലും സ്ഥലസംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് മാറാതെ നമുക്ക് ആ വീട്ടിൽ കിടന്ന് സമാധാനം കിട്ടത്തില്ല, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടത്തില്ല. എപ്പോഴും വഴക്കായിരിക്കും, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കടബാധ്യതകൾ കയറി നമ്മൾ ആ വീട് സ്ഥലവും തന്നെ വിൽക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം? നിലവിൽ വീട് പണി ഉള്ള ആൾക്കാർ അതിലെ തടസ്സം മാറാൻ വേണ്ടി ഏത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഇപ്പോഴും വീട് പണിയായിട്ട് തടസ്സമുള്ള ഭക്തജനങ്ങൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? പെട്ടെന്നൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ആലപ്പുഴ എറണാകുളമൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ചില വീടുകളൊക്കെ പലവരും ഇട്ടെറിഞ്ഞ് പോയവരും ഉണ്ടാകാം. ചില വീടുകൾ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് എന്ന നിലയിലൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ പണി തീർത്തിട്ടും പല ദോഷത്തിൻ്റെ പേരിലുള്ള ഇട്ടെറിഞ്ഞ് പോയവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷമാണ് അല്ലേ? അപ്പം നിലവിൽ വീട് പണി നടക്കുന്ന ഭക്തജനങ്ങൾ, നിലവിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യം, നിങ്ങളുടെ വാസ്തുവിന് നിങ്ങളുടെ സ്ഥലത്തിന് ഈ പറയുന്ന ദോഷങ്ങളുണ്ടോ എന്ന് ഒരു ജ്യോതിഷനോ ഒരു തിരുമേനിയെ കൊണ്ടും പ്രത്യേകപരമായിട്ട് നോക്കിച്ച് പരിഹരിക്കാതെ ആ വീട് പണിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന് നമ്മൾ വീട് പണിയാൻ വെച്ച പൈസ അവത്തിൽ നിന്ന് പല കാരണങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഹോസ്പിറ്റൽ കേസ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ കടബാധകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൈസ കുറേശ്ശെ എടുത്തു പോകും. അതൊരു സ്വാഭാവികമായിട്ടൊരു സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം സ്ഥലസംബന്ധമായിട്ടുള്ള ദോഷമുള്ളവർ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ആ ഒരു സ്ഥലം നോക്കിക്കുക, പിന്നെ വീടിൻ്റെ വാസ്തുവും കൂടെ കറക്റ്റ് ചെയ്യുക. എന്നിട്ടും നമുക്ക് സ്ഥലത്തിന് ദോഷമൊന്നുമില്ല, വാസ്തുവൊക്കെ കറക്റ്റാണ്, എന്നിട്ടും നമുക്ക് ഈ വീട് പണിയുടെ തടസ്സങ്ങളൊന്നും സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളൊക്കെ നിൽക്കുവാണെങ്കിൽ നമുക്കത് പരിഹാരത്തിലൂടെ മാറ്റിയെടുക്കാം. ആദ്യമായിട്ട് ആ സ്ഥലം ആരുടെ പേർക്കാണെന്ന് അറിയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം, അതായത് ആ സ്ഥലമായി ബന്ധപ്പെട്ട് ഏത് ക്ഷേത്രമാണോ അടുത്ത് കിടക്കുന്നത് അവിടെ ബ്രഹ്മരക്ഷസ് ഇരിപ്പുണ്ടാകും. ഈ ബ്രഹ്മരക്ഷസിന് നമ്മുടെ പേർക്ക്, അതായത് നമ്മുടെ ആ ഉടമസ്ഥൻ്റെ പേർക്ക് 11 ആഴ്ച ബ്രഹ്മരക്ഷസിന് പാൽ പായസം കഴിക്കുക. ഈ പാൽ പായസം നമ്മൾ മേടിക്കാൻ പാടില്ല. സാധാരണ രക്ഷസിൻ്റെ പായസം ആരും മേടിക്കാറില്ല.
അവരവരുടെ കുടുംബക്കാർ തന്നെയാണ് ആ രക്ഷസിൻ്റെ പായസം കുടിക്കാറ്. അപ്പം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ എഴുതിപ്പിക്കുമ്പോഴത്തേക്ക് ആ ഒരു പായസം മേടിക്കേണ്ട, അവിടെ ചീട്ടാക്കുക. അത് ഒന്നിച്ച് ചീട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുധനാഴ്ച ദിവസം വൈകുന്നേരം പോയി നമ്മുടെ പേർക്ക് എഴുതിക്കണം. വ്യാഴാഴ്ച ദിവസമാണ് ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം നടത്തേണ്ടത്. ഈ പാൽപ്പായസം നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു പ്രാർത്ഥന അന്നത്തെ ദിവസം ആ ബ്രഹ്മരക്ഷസിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന വളരെ അധികം ഉത്തമമായിരിക്കും. രക്ഷസിന് പാൽപ്പായസം കൊടുക്കുന്ന ഒരു സമയം, അതായത് 11 ആഴ്ച കൊടുക്കുമ്പോഴത്തേക്ക് സമ്പത്പരമായ തടസ്സങ്ങൾ നീക്കി ആ വീട് ആരുടെ പേർക്കാണോ അതിലുള്ള ലോണുകളും കാര്യങ്ങളൊക്കെ പാസ്സാക്കിയിട്ടും വീട് പണിയുടെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. പക്ഷെ നിലവിൽ നമ്മുടെ വീടിന് ഭൂമിപരമായി ദോഷങ്ങളും ഒന്നുമില്ലെങ്കിലും വീടിൻ്റെ സ്ഥാനവും കറക്റ്റാണെങ്കിൽ ഈ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിക്കുകയാണെങ്കിൽ വളരെ അധികം തന്നെ ഗുണം ചെയ്യും. നമ്മുടെ വീട് പണി പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവിടെ സർപ്പാരാധനകൾ നടപ്പുണ്ടെങ്കിൽ സർപ്പദോഷമുള്ളൊരു ഭൂമിയാണ് എന്നാണ് അവിടെ പരിഹാരം. മുമ്പ് മശാനം ഉണ്ടായിരുന്നു, ഈ വരുത്തുപോക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണെങ്കിൽ നമുക്ക് എന്ത് പരിഹാരം ചെയ്യണം. കാരണം നമ്മൾ വീട് വെച്ച് പോലെ ചിലവർ വീട് വെച്ച് കഴിഞ്ഞായിരിക്കും അറിയുന്ന അടുത്തുള്ള ആൾക്കാർ ഇവിടെ പണ്ട് കാവാനെന്ന് പറയും. അപ്പം നമുക്ക് ഉള്ള ഒരു പേടിയോ ഉണ്ടാകും അല്ലേ, ഇത് നമ്മൾ വീട് വെച്ച സ്ഥലത്ത് കാവാണല്ലോ, ഇപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഉണ്ടാകും. പക്ഷേ കാവായി പോയി വീടും വെച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള യഥാർത്ഥ പരിഹാരങ്ങൾ എന്താണ്? അപ്പോൾ അത് കബഡി വെച്ച് നോക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ കാവിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാറിക്കിട്ടത്തുള്ളൂ. അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ വീട് വെച്ചത് കാവാണ്, ഇനി എന്ത് ചെയ്യും, ഇനി വിൽക്കേണ്ട വരും എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് യഥാർത്ഥ രീതിയിലായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ വീട് വെച്ചിട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ, ധനപരമായ ബുദ്ധിമുട്ടുകൾ, ഇല്ലെങ്കിൽ അസുഖം മാറുന്നില്ല, വീട്ടിൽ എപ്പോഴും വഴക്ക്, അങ്ങനെയുള്ളവർ ഭക്തജനങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ നോക്കി എന്ത് ദോഷം കൊണ്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ദുരിതങ്ങൾ വരുന്നത്, ആ ഒരു കാര്യങ്ങൾ കബഡി വെച്ച് നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീട് പണി നടക്കാത്തവർ, സ്വന്തമായിട്ട് സ്ഥലം മേടിക്കാൻ ബുദ്ധിമുട്ടുന്നവരൊക്കെ പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി യഥാർത്ഥമായ കാരണങ്ങൾ പറഞ്ഞു തന്ന് പരിഹാര കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ബ്രഹ്മരക്ഷസിൻ്റെ പാൽപ്പായസം കഴിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിക്കുക. മറ്റൊരു വീഡിയോ കാണാം.